ഹലോ ഗായ്സ്, അപ്പം ഞാൻ ഇത്തവണ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്ന ഒരു വെറൈറ്റി അച്ചാറുമായിട്ടാണ്. അപ്പോൾ വെൽക്കം ബാക്ക് ടു ഷോർട്ട് വ്ളോഗ്സ്. അച്ചാറിനായിട്ട് ആദ്യം നമ്മളൊരു പാത്രം എടുക്കുക. അച്ചാർ ഉണ്ടാക്കാനുള്ള പാത്രം നല്ലപോലെ ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ആ എണ്ണ ചൂടാവുക. എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? കടുക് ഇട്ട് കൊടുക്കുക. നമ്മുടെ ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കുക. കടുകിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും ഒന്ന് നല്ലപോലെ പൊട്ടി റെഡിയായി കഴിഞ്ഞ് പിന്നെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്നത് വെളുത്തുള്ളിയാണ്. നന്നായി പൊട്ടി തീർന്നു കഴിഞ്ഞിട്ട് നമ്മൾ വെളുത്തുള്ളി ഇടുക. വെളുത്തുള്ളി സത്യം പറഞ്ഞാൽ നമ്മൾ ഇടുന്നത് ഓരോരുത്തരുടെ വെളുത്തുള്ളിക്കൊരു ഫ്ലേവർ തരുന്നുണ്ട് അച്ചാറിന്. അപ്പോൾ ആ ഫ്ലേവറിനനുസരിച്ചാണ് ഇടുന്നത്. വെളുത്തുള്ളി അത്യാവശ്യം നല്ലപോലെ ഇടുന്നത് എപ്പോഴും അച്ചാറിന് ടേസ്റ്റ് കൂടാനായിട്ട് സഹായിക്കും. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ശർക്കര വേണം ഈ അച്ചാറിലേക്ക്. അപ്പോൾ ഞാൻ ശർക്കര ഉരുക്കാൻ വെച്ചേക്കണതാണ്. അപ്പോൾ ശർക്കര അവിടെ നിന്ന് ഉരുകട്ടെ. ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ വെളുത്തുള്ളി ഒന്ന് വാടി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് വേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് വേപ്പിലയും വെളുത്തുള്ളിയും കൂടെ നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. ഞാൻ എൻ്റെ ഒരു ഐഡിയയാണ് പറയുന്നത്. നമ്മുടെ അച്ചാർ കുറേ നാളത്തേക്ക് ഇരിക്കണം എന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ വേപ്പില ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇതാണ് നമ്മുടെ താരം മക്കളെ, വേറൊന്നുമല്ല, റംബൂട്ടാൻ. റംബൂട്ടാൻ്റെ സീസണൊക്കെ വരുന്ന സമയത്ത് ഇഷ്ടംമാതിരി റംബൂട്ടാൻ കിട്ടും. ആ സമയത്ത് ഇടാൻ പറ്റിയ നല്ല ബെസ്റ്റ് ഉഗ്രൻ കിടുക്കാച്ചി അച്ചാറാണ് റംബൂട്ടാൻ അച്ചാർ. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ഇട്ട് നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ പറയണത് എങ്ങനെയുണ്ടെന്ന്. റംബൂട്ടാൻ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലപോലെ മിക്സ് ആവട്ടെ. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് നല്ലപോലെ ആ ഉപ്പ് ഒന്ന് റംബൂട്ടാനിൽ മിക്സ് ആവുന്ന ടൈപ്പിൽ നല്ലപോലെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ അതിലേക്ക് അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്ന മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ചേർക്കുക. നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. റംബൂട്ടാനിൽ നല്ലപോലെ മഞ്ഞൾപ്പൊടിയൊക്കെ പിടിക്കുന്ന രീതിയിൽ നമ്മൾ മാക്സിമം റംബൂട്ടാനിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ചിലപ്പോൾ ഞാനായിരിക്കും ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. മസ്റ്റ് ട്രൈ ആണ്. ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. കാരണം ഈ റംബൂട്ടാനിലെ വെള്ളം ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മളത് മൂടി വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. നല്ലപോലെ ആ വെള്ളം ഇറങ്ങും. ആ വെള്ളം ആ റംബൂട്ടാൻ്റെ ഒരു ഫ്ലേവറാണ് വരുന്നത്. അപ്പോൾ ആ വെള്ളം നല്ലപോലെ നമ്മുടെ ഇതിലേക്ക് ഇറങ്ങി കഴിഞ്ഞ് നമ്മൾ ഇളക്കി കൊടുക്കുന്നു. ഇനി നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. മുളക് പൊടി നമ്മൾ നമ്മുടെ എരിവിൻ്റെ അനുസരിച്ചിട്ടാണ് ആഡ് ചെയ്യുന്നത്. കാശ്മീരി ചില്ലി ആണെങ്കിൽ എനിക്ക് തോന്നുന്നു നമുക്കൊരു 1-2 സ്പൂണും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്താൽ. ഇത് ഞാൻ നല്ല എരിവുള്ള മുളക് പൊടി എടുത്താൽ ഞാനൊരു 4 ടീസ്പൂണൊക്കെ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ മുളക് പൊടി ഇട്ടൊന്ന് വഴറ്റി കൊടുക്കുക. കാരണം എല്ലായിടത്തും പിടിച്ച് ആ മുളകിൻ്റെ ഒരു പച്ചച്ചോവയൊക്കെ മാറണം, പച്ചമണമൊക്കെ മാറണം. അപ്പം നല്ലപോലെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കുക. വഴറ്റി എല്ലായിടത്തും നല്ലപോലെ പിടിക്കുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ട് ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ഉരുക്കാൻ വെച്ച ശർക്കരയില്ലേ, ആ ശർക്കരയുടെ നീര് കുറച്ച് നമ്മുടെ എത്രയാണോ നേരത്തെ ഉരുക്കിയത് മൊത്തം ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നില്ല, കുറച്ച് നിങ്ങൾ കണ്ടു കാണും. ആ ഒത്തിരി എമൗണ്ട് ഓഫ് ശർക്കര ആഡ് ചെയ്യുക. നമുക്കത് കഴിഞ്ഞ് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അറിയാം. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഞാൻ വിനാഗിരിയാണ് ആഡ് ചെയ്യുന്നത്. ഈ ചൊർക്ക കിട്ടുന്നവരൊക്കെ ആണെങ്കിൽ ചൊർക്ക ആഡ് ചെയ്യുന്നത് നന്നായിരിക്കും. പിന്നെ നമ്മുടെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തി നമ്മുടെ അച്ചാർ. കുറച്ച് കായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഫൈനലി നമ്മൾ അച്ചാറൊന്ന് ടേസ്റ്റ് ചെയ്യണം. ടേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും കായം കുറവാണോ, എന്ത് കൂടുതലാണോ കുറവാണോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറവുള്ള എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. എല്ലാം നല്ല പാകത്തിനാക്കിയിട്ട് അച്ചാർ നല്ലപോലെ ഒന്ന് തിളക്കട്ടെ. ഇത് കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ സൂപ്പർ അച്ചാറാണ്, വെറുതെ പറയുകയല്ല, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതുപോലുള്ള കിടുക്കാച്ചി പുതിയ വീഡിയോകൾക്കായി ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് വെച്ചേക്കണേ, ലൈക്ക് ചെയ്യണേ. ബൈ.